ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്താ പറയുക, 2 ദിവസം കൊണ്ട് നല്ല മഴയാണ്. അതുകൊണ്ട് പരിസരത്തെല്ലാം, നമ്മുടെ വീടും പരിസരവും എല്ലാം നന്നായിട്ട് ഇലയൊക്കെ വീണ് മണ്ണുമൊക്കെ കയറി വൃത്തികേടായിട്ട് കിടക്കുവാണ്. നല്ല മഴയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടോ? അവിടെ നാട്ടിലൊക്കെ നല്ല മഴയുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ ജാതി മരത്തിൻ്റെ ചുവടാണിത്. അപ്പോൾ ഇവിടെ രാവിലെ ഞാൻ വന്ന് ജാതിക്കയൊക്കെ പിറക്കി, ജാതിപത്രിയൊക്കെ കാണും, രാവിലെ വന്ന് പിറക്കി അതൊക്കെ എടുത്ത് വയ്ക്കും. എന്ന് വെച്ചാൽ ജാതിപത്രി മഴ പെയ്താൽ പെട്ടെന്ന് ചീത്തയായി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ജാതിക്കായും ജാതിപത്രിയൊക്കെ രാവിലെ പിറക്കി കുറച്ചെടുത്തായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ മുറ്റം തൂക്കാൻ വന്നത്. മുറ്റം തൂക്കാൻ വന്നപ്പോഴും 1-2 ജാതിപത്രിയും ജാതിക്കായും എനിക്ക് കിട്ടി. അത് ഞാൻ പിറക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ദിവസം കൊണ്ട് എനിക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് ശരീരത്തിന് നല്ല ക്ഷീണവും ഒരു അവശതയൊക്കെ ഉണ്ട്. നല്ല ക്ഷീണമുണ്ട് എൻ്റെ ശരീരത്തിന്. അപ്പോൾ ഞാൻ ഇപ്പോൾ പിറക്കിയെടുത്ത് ഇപ്പോൾ കിട്ടിയ ജാതിപത്രിയും ജാതിക്കായുമാണ്. അത്രയും ജാതിക്കായും ജാതിപത്രി രാവിലെ എനിക്ക് കുറേ കിട്ടിയായിരുന്നു. അപ്പോൾ ജാതിത്തോടുമുണ്ട്. ജാതിത്തോടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് നല്ല ഒരു ഉന്മേഷവും പ്രതിരോധശേഷിയൊക്കെ കിട്ടും. ഇപ്പോൾ പനിയല്ലേ, അപ്പോൾ ജാതിക്ക, നല്ല ജാതിക്ക ഇപ്പോൾ വീണതേ ഉള്ളൂ. അപ്പോൾ ആ തോടിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പിന്നെ രാവിലെ എന്താ പറയുക, ഈർക്കൽ ചൂലിട്ടാണ് ഞാൻ മുറ്റം തൂക്കുന്നത്. 2-3 ദിവസം കൊണ്ട് മുറ്റം തൂക്കാനൊന്നും പറ്റിയില്ല. പനിയൊക്കെ ആയതുകൊണ്ടൊന്നും തൂക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നെന്തായാലും തൂക്കാമെന്നുള്ള രീതി വെച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാൻ വേണ്ടി നോക്കുവാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ജാതിമര ചുവട്. അപ്പോൾ ആ ജാതിമരത്തിൻ്റെ ചുവട് നമ്മളിങ്ങനെ സ്ലാബൊക്കെ ഇട്ട് ഇരിക്കത്തക്ക രീതി കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര നമ്മൾ അയലത്തുള്ള കൂട്ടുകാരും കുട്ടികളും ഒക്കെ വന്ന്, കൊച്ചു കുട്ടികളുണ്ട് അയലത്തെ, അവരൊക്കെ വന്ന് അവരൊക്കെ സമയമാകുമ്പോൾ ചുറ്റിനും ഇവിടെ വന്നിരുന്ന് എല്ലാവരും കളിക്കുകയും എല്ലാവരും കൂടി ഇരുന്ന് കാര്യം പറയുകയൊക്കെ ചെയ്യുന്നു. അവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം. അവർ പറയുന്നത് നമ്മുടെ AC എന്നാണ് പറയുന്നത്. നമ്മുടെ AC പോയി ഇരിക്കുകയെന്ന് പറയുന്നത്. വെച്ചാൽ നല്ല തണുപ്പാണ് ജാതിമരത്തിൻ്റെ ചുവട്. ഈ ചൂട് സമയത്തൊക്കെ കുട്ടികൾ പറയും, ആൻറ്റി നമുക്ക് AC പോയി ഇരിക്കുകയെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജാതിമര ചുവടിനെയാണ് അവർ AC എന്ന് വിളിക്കുന്നത്. അത്രയ്ക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഭാഗം ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് ഇഷ്ടമേ അല്ല. തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇതാണ് നമ്മുടെ സ്വന്തം ജാതിമരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ജാതിമരമാണിത്. ഇവിടെ ഇങ്ങനെ സ്ലാബ് ഇട്ടേക്കുന്നതുകൊണ്ടേ നമുക്ക് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ സ്ലാബ് എന്ന് പറയുന്നത് നമ്മുടെ പെരപണി സമയത്ത് അധികം വന്ന സ്ലാബാണ്. എല്ലാ അധികം വന്ന സ്ലാബെല്ലാം എടുത്ത് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീണ് അതിനകത്ത് അഴുക്കൊക്കെ പറ്റിയാലും നമ്മൾ കഴുകിയൊക്കെ ഇടുമ്പം വൃത്തിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ ഒത്തിരി സമയം ഇങ്ങനെ മുറ്റമൊക്കെ തൂത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സന്തോഷവും സമാധാനവും. അവിടെ ഇങ്ങനെ കുറച്ച് വാഴയൊക്കെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേ സമയം അണ്ണാറക്കണ്ണന്മാരൊക്കെ വരും. അപ്പോൾ അണ്ണാറക്കണ്ണന്മാരെയും കിളികളെയൊക്കെ നോക്കി എൻ്റെ ജാതിമരത്തിനോട് കാര്യവും പറഞ്ഞ് എനിക്കിതൊരാൾ കൂട്ടാം. നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗം കൂട്ട് തന്നെയാണ് ജാതിമരം. എത്ര സമയം വേണമെങ്കിലും എനിക്ക് അതിൻ്റെ ചുവട്ടിലിരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഭയങ്കര സന്തോഷം സമാധാനവും തരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് പയറൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ആ പയറൊക്കെ വളർന്നു. അതിനകത്ത് പയർ പിടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കൃഷികളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലോട്ടുള്ള തോരൻ വയ്ക്കാനുള്ള പയർ നമുക്ക് ഈ പയർ വള്ളിയിൽ നിന്ന് കിട്ടും. പിന്നെ പെരയുടെ മുകളിലോട്ടൊന്ന് കയറുകയാണ്. ആ കോവണിയിൽ കൂടെ കയറി, സ്റ്റെയറിൽ കൂടെ കയറി പെരയുടെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് പെരയുടെ മുകളിൽ നിന്നുള്ള ജാതിമരത്തിൻ്റെ ഒരു വിഷ്വൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കോവണിയുടെ ഭാഗത്ത്, നമ്മുടെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നൊരു മാവാണ്. ആ മാവ് ചെറിയൊരു മാവാണ്. അതിനകത്ത് ഇപ്പോൾ ആദ്യമായിട്ട് കുറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ട്. ദാണ്ട ഇതിപ്പോൾ ഫസ്റ്റ് കാഴ്ച മാങ്ങയാണ്. മാങ്ങയാണ് നിറയെ പിടിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പെരയുടെ മുകളിൽ നിന്നുള്ള നമ്മുടെ ജാതിമരത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമാണ്. നമ്മൾ 2 ഇല പോലെ കാണുന്നുണ്ട്. തളിരിലയുണ്ട്, ഡാർക്ക് ഇലയുണ്ട്. അപ്പോൾ താഴെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ, മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ജാതിമര ചുവട് കാണുന്നത്. എന്താ പറയുക, നല്ല രസമില്ലേ കാണാനായിട്ട്. എന്നാൽ കെട്ടിയിട്ടതൊരു വളരെ ഉപകാരപ്പെട്ടു എല്ലാവർക്കും വന്നിരിക്കാനും ഒക്കെ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇതുപോലെയുള്ള മരം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്താ പറയുക, ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷവും എനിക്ക് സമാധാനവും തരുന്ന ഒരു പ്ലേസാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മരങ്ങളെക്കുറിച്ച് ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തും.